ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നിംഷാസ് കിച്ചൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ 5 മണിയാണ് കേട്ടോ സമയം. നമുക്കപ്പോൾ അംഗം തുടങ്ങിയാലോ. ഞാനൊരു 4 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പക്ഷേ കിച്ചണിലേക്ക് വന്നതൊരു 5 മണി ആ ഒരു സമയത്താണ് കേട്ടോ. ഞാൻ വീഡിയോയുടെ എന്തെങ്കിലും കാര്യങ്ങളോ എഡിറ്റിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതായത് നമ്മുടെ ഗ്രോസറീസൊക്കെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ റീഫില്ല് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യണത്. സാധാരണ മിക്കപ്പോഴും ഞാനിത് തലേദിവസം ചെയ്ത് വയ്ക്കാറുണ്ട്. ചിലപ്പോൾ പറ്റിയില്ലെങ്കിൽ പിന്നെ രാവിലെ കിച്ചണിലേക്ക് കയറുന്ന സമയത്ത് പഞ്ചസാര തീർന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് റീഫില്ല് ചെയ്യണം. പിന്നെ വെളിച്ചെണ്ണ തീർന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും നമുക്ക് റീഫില്ല് ചെയ്യണം കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ തണുപ്പുള്ള കാലാവസ്ഥയാണ് മിക്ക സമയത്തും. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ നന്നായിട്ട് കട്ട പിടിക്കും. അതുകൊണ്ടാണ് ഇത്രയും ഇങ്ങനെ വായ്വട്ടം കൂടുതലുള്ള കുപ്പിയിലാക്കി വെക്കുന്നത്. അപ്പോൾ നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് അങ്ങനെ എടുക്കാമല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ എടുക്കൽ നല്ല ടാസ്ക്കാണ്. അപ്പോൾ അതേ ആ പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് പ്രിപ്പറേഷൻ കാര്യങ്ങൾ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗോതമ്പ് പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഉപകാരം ആയിട്ട് തോന്നിയൊരു സംഭവമാണ് ഈ ഒരു ഫുഡ് പ്രോസസ്സർ എന്ന് പറയുന്നത്. നിമിഷ നേരം കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഈ ഫുഡ് പ്രോസസ്സറിലേക്ക് ഗോതമ്പ് പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കാം കേട്ടോ. രാവിലെ നോക്കിയപ്പോഴാണ് എനിക്കൊരു നഗ്ന സത്യം മനസ്സിലായത്, ഉപ്പില്ല എന്നുള്ള കാര്യം ഉണ്ടാ. ഉപ്പ് ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് വേറെ. പക്ഷേ ഇവിടെ എൻ്റെ കയ്യിൽ ഉപ്പ് പൊടി ഞാൻ ഹിമാലയൻ പിങ്ക് സോൾട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇന്ദുപ്പ് ഉണ്ടല്ലോ, അത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കിങ്ങിന് ഉപ്പില്ലാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ നോക്കിയ സമയത്ത് എൻ്റെ കയ്യിൽ മറ്റേ കല്ലുപ്പുണ്ടല്ലോ അതുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ഇട്ട് കഴിഞ്ഞാൽ, ഞാൻ കല്ലുപ്പ് ഇട്ട് കഴിഞ്ഞാൽ അളവൊന്നും കറക്റ്റ് ആവാറില്ല. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അതാണ് ആ ഒരു വെള്ളം ഒഴിക്കുന്നത്. പക്ഷേ വെള്ളത്തിൽ മിക്സ് ചെയ്താൽ എനിക്ക് അളവ് കറക്റ്റ് ആവും ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ കല്ലുപ്പ് ഉപയോഗിച്ച് ശീലമില്ലാത്ത കാരണം. അപ്പോൾ അതങ്ങോട്ട് ഒഴിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് അതിന് ശേഷമാണ് പിന്നെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുന്നത്. ഈ ഉപ്പ് ഞാൻ മിക്കപ്പോഴും വാങ്ങിക്കാൻ മറന്നു പോണ ഒരു കാര്യമാണ് കേട്ടോ. ഈ ഗ്രോസറി സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഉപ്പ് പലപ്പോഴും മറന്നു പോകും. ബാക്കി കാര്യങ്ങളൊക്കെ വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ടോ. ഇതുപോലെ നല്ല അടിപൊളിയായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കയ്യിലൊന്നും സ്റ്റിക്കി ആയിട്ടൊന്നും വരണമൊന്നുമില്ല. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഒരു 10-15 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് വരുമല്ലോ. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ നമുക്ക് മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 3 മുട്ടയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഗോതമ്പ് പൊടി കുഴച്ച് വെച്ചത് ലഞ്ചിന് വേണ്ടിയിട്ടുമാണ്. അപ്പോൾ മുട്ടയൊക്കെ ഇവിടെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർക്കാം, അല്ലെങ്കിൽ സിനമൺ പൗഡറൊക്കെ ചേർക്കാവുന്നതുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഉണ്ടാക്കണത്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എന്നെ സംബന്ധിച്ചൊരു നൊസ്റ്റാൾജിക് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയും. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, പണ്ടൊക്കെ അതായത് എൻ്റെ ആ ഒരു സ്കൂൾ കോളേജ് കാലഘട്ടത്തിലൊക്കെ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്നത്, പ്രത്യേകിച്ച് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ സ്നാക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിരുന്ന ഒരു സംഭവമായിരുന്നു ഇത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രെഡ് എടുത്തിട്ട് ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് പാനിലിട്ടിട്ട് ടോസ്റ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. പക്ഷേ എൻ്റെ അമ്മയൊക്കെ ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പാലൊഴിച്ചിരുന്നില്ല, മുട്ടയും പഞ്ചസാരയും മാത്രമായിരുന്നു ചേർത്തിരുന്നത്. അന്ന് വാനില എസൻസ് ഒന്നും ചേർത്തിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ എനിക്ക് സിനമൺ ആ ഒരു ഫ്ലേവറിലുള്ളതും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. ഇതുപോലെ അങ്ങോട്ട് ഓരോ ഭാഗം അങ്ങോട്ട് കുക്കായിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. ബട്ടറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ ബട്ടർ ഇട്ടിട്ട് അതിൽ ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഈ ഒരു സംഭവത്തിന്. ഇവിടെ കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടമാണ്. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ ആകെ ഒരു 5-10 മിനിറ്റ് അത്രയല്ലേ വേണ്ടൂ. ഉണ്ടാക്കുമ്പോൾ പിന്നെ അവിടെ നിൽക്കണമെന്ന് മാത്രം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനും അങ്ങനെയൊക്കെയുള്ള സാധ്യതകളൊക്കെ കൂടുതലുള്ള ഐറ്റംസ് അല്ലേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ബാക്കി പരിപാടികൾ നോക്കാമെന്ന് തന്നെ വിചാരിച്ചു. വലിയ ഹറിബറിയുടെ ആവശ്യങ്ങളൊന്നും ഇല്ല. ഇന്നിപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതുണ്ടോ. അപ്പോൾ ഫസ്റ്റ് ബാച്ച് റെഡിയാക്കി അതിന് ശേഷം വീണ്ടും ബ്രെഡ് എടുത്തിട്ട് ആ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാം. അന്നൊന്നും ഇതിൻ്റെ പേര് ഫ്രഞ്ച് ടോസ്റ്റ് എന്നാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അന്ന് അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും പറഞ്ഞിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവത്തിൽ. നല്ല വെതറാട്ടോ ഇപ്പോൾ ഇവിടെ. പ്രത്യേകിച്ച് മിക്ക ദിവസങ്ങളിലും മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല തണുത്ത വെതറാണ്, നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സമയത്ത്. പ്രത്യേകിച്ചും അധികം ആൾക്കാരൊന്നും എണീറ്റിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് നല്ല പ്രൈവസിയോട് കൂടി ബാൽക്കണിയിലൊക്കെ ഒന്ന് പോയി നിൽക്കുകയൊക്കെ ചെയ്യാണ്ട. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് എല്ലാം ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലഞ്ച് കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാമല്ലേ.
പിന്നെ കുറച്ച് പുതിന ലീവ്സൊക്കെ വേണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാൽക്കണിയിൽ കുറച്ച് പുതിനയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊന്ന് കട്ട് ചെയ്തെടുക്കണം. പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ വളർത്തണ ഇതുപോലുള്ള ഫ്രഷ് ആയിട്ടുള്ള പുതിനയൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ തന്നെയാണ്. കുറച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ബാക്കിയുള്ളത് ഞാൻ ഇതിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിരിക്കണം കേട്ടോ. പിന്നെ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം തക്കാളി, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ പുതിന ലീവ്സ്, പിന്നെന്താ മല്ലിയില, അതെല്ലാം കൂടെ നമുക്ക് ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഈ ഇത്രയും കാര്യങ്ങളാണ്. ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം നമുക്ക് ചേർക്കാം. പക്ഷേ സവാളയും തക്കാളിയൊന്നും അധികം ചേർക്കേണ്ട ആവശ്യമില്ല, ഒരു കഷ്ണം അങ്ങനെയൊക്കെ മതിയാവും. പിന്നെ അതിലേക്ക് ഞാൻ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നാരങ്ങ നീരൊക്കെ ആണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഞാൻ ഈ തപ്പുന്നത് ഉപ്പുണ്ടോയെന്നാണ് കേട്ടോ. അപ്പോൾ അതിലും ഇല്ലേ ഉപ്പ്, അല്ലെങ്കിൽ ഈ ബുൽസൈ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ഞാൻ അതിലിട്ട് വയ്ക്കാറുണ്ട്, അതിലും കാലിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഗരം മസാല, അതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ട, തൈര് ഒഴിച്ചിട്ടാണ് നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ടത് അരച്ചെടുക്കണത് കേട്ടോ. ഒരു ഗ്രീൻ മസാല പേസ്റ്റ് തന്നെയാണ് റെഡിയാക്കി എടുക്കണത്. ചിക്കൻ ഞാൻ ഇന്നലെ ഡീഫ്രോസ്റ്റ് ചെയ്ത് വെച്ചതായിരുന്നു, പക്ഷേ ഇന്നലെ ഉണ്ടാക്കാൻ സമയം ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ലേറ്റായ കാരണം പിന്നെ അതിനൊന്നും നേരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതേ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് ഉപ്പ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്, കല്ലുപ്പാണ് കുറച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അത് കൂടി പോകുമെന്നൊക്കെ സംശയിച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പിൽ പെട്ടെന്ന് എന്താ പറയുക, അധികം ചേർക്കണ്ടല്ലോ, പെട്ടെന്ന് ഉപ്പ് കൂടി പോകാൻ സാധ്യത കൂടുതലാണല്ലോ. അപ്പോൾ ഇത് എല്ലാം കൂടെ ഒന്ന് നമുക്കിത് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ കുറച്ച് ലൂസായിട്ട് തന്നെയാണ് ഞാനിത് അടിച്ച് എടുത്തിരിക്കുന്നത്. ഇനി ചിക്കൻ പീസസ്, ചിക്കൻ ലെഗ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്കത് മാരിനേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വലിയ കഷ്ണങ്ങളായതുകൊണ്ട് തന്നെ അത്യാവശ്യം സമയം വെച്ചാലാണ് അതിലേക്ക് ഉള്ളിലേക്കൊക്കെ മസാല കാര്യങ്ങളൊക്കെ പിടിച്ചു വരുള്ളൂ, അല്ലെങ്കിൽ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂറെങ്കിലും മിനിമം വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ വരും. അപ്പോൾ ഉപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ നോക്കുക നമ്മൾ അരച്ചെടുത്ത ആ ഒരു മസാല പേസ്റ്റിൽ. ഇനി എല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ റെഡിയാക്കാൻ വേണ്ടിയിട്ടല്ല, ഞാനിതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോഴടിപൊളിയായിട്ട് തന്നെ വരുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ കുക്കിങ്ങൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ കുറച്ച് പ്ലാനിങ്ങോട് കൂടിയിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഔട്ട്സൈഡ് ഫുഡ് വാങ്ങിക്കുന്നതൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനൊക്കെ പറ്റും. പ്രത്യേകിച്ചും 2 പേരും, അതായത് ഹസ്ബൻഡും വൈഫൊക്കെ വർക്കിംഗ് ആവുമ്പോഴൊക്കെ പ്രത്യേകിച്ച് നല്ല ബിസി ആയിട്ടൊക്കെ വരുമല്ലോ. അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ഇപ്പോൾ നമുക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഹോംലി ഫുഡൊക്കെ തന്നെയായിരിക്കുമല്ലോ നല്ലത്. പിന്നെ ചില സിറ്റുവേഷൻസിൽ നമുക്കിപ്പോൾ ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കൊരു വെറൈറ്റിക്ക് കഴിക്കുക, അങ്ങനെയൊക്കെ ഓക്കെ. പക്ഷേ സ്ഥിരമായിട്ട് പുറത്തുനിന്ന് കഴിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുമല്ലോ. പിന്നെ ഞാനിപ്പോൾ ചപ്പാത്തിയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഉരുട്ടലും പരത്തലും ചുടലും എല്ലാം ഒരുമിച്ച് തന്നെയാണ്. ഞാനതേ തവ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. ഞങ്ങൾ താമസിക്കണ ഈ ഒരു സൊസൈറ്റിയിൽ പറയണമെങ്കിൽ മിക്കവാറും, അതായത് ഹസ്ബൻഡും വൈഫൊക്കെ വർക്കിംഗ് ആയിട്ടുള്ളവരായിരിക്കും. അപ്പോൾ കൂടുതൽ വീടുകളിലൊക്കെ ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ളവരാകുമ്പോൾ കുക്കിംഗ് കാര്യങ്ങളൊന്നും സ്വന്തമായിട്ട് ചെയ്യണവർ വളരെ കുറവായിരിക്കും. കൂടുതലൊന്നുമില്ലെങ്കിൽ കുക്ക് ഉണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഫുഡ് ഗ്രൂപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ സൊസൈറ്റിയുടെ ഉള്ളിൽ തന്നെ ഇപ്പോൾ 6000 ഫ്ലാറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഫുഡ് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് ഓർഡർ ചെയ്യാം. നമ്മൾ പുറത്തുനിന്നൊക്കെ ഭക്ഷണം ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ അത്യാവശ്യം ഡെലിവറിക്കൊക്കെ വേണ്ടിയിട്ടേ അത്യാവശ്യം സമയം എടുക്കും. പ്രത്യേകിച്ചും ട്രാഫിക് ഉള്ളത് കൊണ്ട് തന്നെ ബാംഗ്ലൂരിൻ്റെ ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് വരിക എന്താണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഒരു മഴ എങ്ങാനും പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് ഡെലിവറിയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ ഇവിടെ. പക്ഷേ ഈ പറയണ ഞാൻ പോലും പുറത്തുനിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യലും പുറത്തു പോയി കഴിക്കലും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഫുഡ് വ്ളോഗറല്ലേ, അപ്പോൾ എന്താ പറയുക എല്ലാം വീട്ടിലുണ്ടാക്കിയിട്ടായിരിക്കും കഴിക്കാമല്ലേ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, നമുക്ക് ചില സിറ്റുവേഷൻസിൽ മടി ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഫുഡ് ക്രേവിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും നമ്മുടെ ഒരു മൂഡൊന്നും ഒരുപോലെ ആയിരിക്കില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനെ പല പല റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇതിനൊക്കെ. ശരിയല്ലേ, ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഉണ്ടാക്കിയാലും അത് കൺമുമ്പിൽ കാണില്ല എന്ന് പറയുമല്ലോ. പ്രത്യേകിച്ച് കഴിക്കാൻ ആളുകളൊക്കെ ഉണ്ടാവുമ്പോൾ
ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സമയം എടുത്തിട്ട് 1-2 മണിക്കൂർ എടുത്ത് നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ തീരും, ശരിയല്ലേ? അതിനിടയിൽ ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ എഗ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അതിനിടയിൽ ടേസ്റ്റ് ചെയ്തത് ഉപ്പ് കറക്റ്റ് ആണോ എന്നാണ് കേട്ടോ ഞാൻ നോക്കുന്നത്. ഈ കല്ലുപ്പ് ഇട്ടത് കൊണ്ട് ഇനി വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇട്ടത് കൊണ്ട് തന്നെ അത്ര അങ്ങോട്ട് കറക്റ്റ് ആണോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ദേ ഇതുപോലെ എഗ് റോളാക്കി എടുക്കണം. ഇതാണെന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ട് ഉണ്ടാക്കാവുന്ന സംഭവമാണല്ലോ. എനിക്ക് നല്ല ഈസി ആയിട്ട് തോന്നാറുണ്ട്, നല്ല ഫില്ലിങ്ങും ആണല്ലോ, കുട്ടികൾക്കും ഒക്കെ നല്ലതല്ലേ. ഇത് ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ ബനാന ബ്രെഡാണ് ഇന്ന് സ്നാക്കായിട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നന്ദു ലഞ്ച് കഫറ്റീരിയയിൽ നിന്നാണ് കഴിക്കുന്നത്. ഇന്നിപ്പോൾ ദേവാൻഷിന് മാത്രമാണ് ലഞ്ച് കൊടുത്തേക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ദേവാൻഷിന് ഫ്രഞ്ച് ടോസ്റ്റ് തന്നെ മതി ലഞ്ച് എന്നാണ് പറയണത്. അപ്പോൾ അത് തന്നെയാണ് കൊടുത്തേക്കുന്നതും കേട്ടോ. ഞങ്ങളിവിടെ ഡെയിലി എന്നുള്ള രീതിയിൽ ഇപ്പോൾ ചോറൊന്നും ഉണ്ടാക്കാറില്ല. ഇപ്പോൾ ആർക്കും ഇവിടെ ചോറ് വേണമെന്ന് അങ്ങനെ നിർബന്ധമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ മുന്നൊക്കെ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ വീണ്ടും ഇപ്പോൾ റൈസ് ഉണ്ടാക്കാത്ത ദിവസമൊക്കെ ചിലപ്പോൾ റൈസൊക്കെ ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പണിയും ഇരട്ടിയാണ്. പിന്നെ അങ്ങനെ റൈസ് വേണമെന്ന് നിർബന്ധമുള്ളവർ ആരും ഇവിടെ ഇല്ല കേട്ടോ. ഇപ്പോൾ അനുപണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലൊക്കെ താമസിച്ച് എന്താ പറയുക, എല്ലാ ടൈപ്പ് ഫുഡുകളും ഇഷ്ടമാണ്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ചോറിനേക്കാളും ബാക്കി കാര്യങ്ങളോടൊക്കെ തന്നെയാണ് കേട്ടോ താല്പര്യം. പിന്നെ ലഞ്ച് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇതേ കുട്ടികളൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് താഴേക്ക് പോവാണ് കേട്ടോ. ബസ് വരാറായിട്ടുണ്ട്. അപ്പോൾ അതേ ദേവാൻഷ് ആദ്യം തന്നെ പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നന്ദും പോയി. ഇന്നിപ്പോൾ ഞാൻ താഴേക്ക് പോയൊന്നുമില്ല. ഞാനവിടെ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും സ്കൂൾ ബസ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ നോക്കും ഇങ്ങനെ കുട്ടികളൊക്കെ കയറി പോയോ എന്നൊക്കെയുള്ള ഒരു സംഭവം. അപ്പോൾ ഇവരൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും സ്കൂൾ ബസ് എത്തി, എല്ലാവരും കയറി പോവുകയാണ് ചെയ്യണത് കേട്ടോ. എനിക്ക് തോന്നിയിട്ടുണ്ട് അത്രയധികം സ്കൂൾ ബസ്സുകൾ ഞങ്ങളുടെ ഈ ഒരു സൊസൈറ്റിയുടെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ. അത്രയധികം സ്കൂളുകളുണ്ട് ഈ ഒരു ലൊക്കാലിറ്റിയിൽ എന്ന് പറയുമ്പോൾ. ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ സ്കൂൾ എന്നൊക്കെ പറയുന്നത് നല്ല രീതിയിലുള്ള ഒരു ബിസിനസ്സാണ്. അത്യാവശ്യം എക്സ്പെൻസീവുമാണ്. പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ ഒരു 10th വരെയൊക്കെ പഠിപ്പിക്കണമെങ്കിൽ തന്നെ നല്ല എമൗണ്ട് നമ്മൾ എന്താ പറയുക 10th വരെ തന്നെ ചിലവാക്കേണ്ടി വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഞാൻ എഗ് റോളായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഗ്രോസറി ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ അനുപണ്ണാണെങ്കിൽ ഇന്നിപ്പോൾ വർക്ക് ഫ്രം ഹോമാണ്. പക്ഷേ അനുപണ്ണൻ്റെ കൂടെ വരണമെന്നില്ല, ഞാൻ തന്നെയാണ് ഈ ഒരു പരിപാടി കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ആൾ. ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ഫ്രൈഡേ ആണ്. അപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ തിരക്ക് കുറവായിരിക്കും എന്നുള്ളൊരു ഗുണമുണ്ട്. അല്ലെങ്കിൽ വീക്കെൻഡ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. ബില്ലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഭയങ്കര ക്യൂ ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീക്കെൻഡിലായിരുന്നു പോയത്. ക്യൂ നിന്ന് ഒരു ലെവലായി. പിന്നെ എന്താ പറയുക, നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ രാവിലെ തന്നെ കുറച്ച് നേരത്തെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സാധനങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. അധികം ആൾക്കാരൊന്നും വരുന്നതിന് മുമ്പ് തന്നെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഞങ്ങളുടെ ബേസ്മെൻറ്റാണ്, അതാണ് ഇരുട്ട് കാണുന്നത് കേട്ടോ. ബേസ്മെൻറ്റ് 2-ലാണ് ഞങ്ങളുടെ കാർ പാർക്കിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഞാനിപ്പോൾ നമ്മുടെ സ്റ്റാർ ഹൈപ്പർ മാർക്കറ്റിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അവിടെ നിന്ന് ഒരുപാട് ഡിസ്റ്റൻസ് ഒന്നുമില്ല, എന്നാലും അത്യാവശ്യം ദൂരം കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളുടെയൊക്കെ സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറേ കവറൊക്കെ എടുത്തു. അപ്പോൾ പിന്നെ നമ്മുടെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ചു. എന്താ പറയുക, നല്ല മാങ്ങകളുണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി മാങ്ങകളുണ്ട്. ഇവിടെ ഇപ്പോൾ മാങ്ങയുടെ നല്ല സീസണാണ്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ മാങ്ങയുടെ സീസണൊക്കെ ഒരുവിധം എൻഡ് ചെയ്തു അല്ലേ, വീടുകളിലൊക്കെ ഉണ്ടാവണ മാങ്ങ എന്നൊക്കെ പറയണത്. അപ്പോൾ ഇവിടുത്തെ വെറൈറ്റീസ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് വെറൈറ്റീസ് അല്ല. ഇവിടെ നമ്മുടെ ബംഗിനാപ്പിള്ളി, മല്ലിക, സിന്ദൂരി, എന്താ പറയുക, ബദാമി, അതുപോലെയുള്ള അങ്ങനത്തെ കുറേ വെറൈറ്റീസ് ഉണ്ടല്ലോ, അതൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് കിട്ടുന്നത് കേട്ടോ. പിന്നെ ഫിഷും ചിക്കനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഫിഷ് കൂടുതൽ നമ്മുടെ ഫ്രഷ് വാട്ടർ ഫിഷാണ് ഇവിടെ ഉള്ളത്. എനിക്ക് തോന്നുന്നു ട്രോളിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടായിരിക്കാം. ഇവിടെ കിട്ടണ മീൻ എന്ന് പറയുന്നത് മാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്നതാണ്. നമ്മുടെ നാട്ടിൽ കിട്ടണ ആ മീനിൻ്റെ അത്രയ്ക്കൊരു ടേസ്റ്റ് ഇവിടുത്തെ ഈ മാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്ന ആ ഒരു മീനിനില്ല കേട്ടോ. അതായത് കടലിനൊക്കെ അനുസരിച്ച് മീനിൻ്റെ ടേസ്റ്റിലൊക്കെ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇന്ന് വളരെ കുറവായിരുന്നു ഫിഷ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അത്യാവശ്യം വെറൈറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ മീൻ വാങ്ങിച്ചു, ചിക്കൻ വാങ്ങിച്ചു. എന്താ പറയുക, എൻ്റെ ട്രോളി നിറഞ്ഞു കവിഞ്ഞു എന്ന് പറയാം. തിരക്ക് കുറവായിരുന്നു, എന്നാലും ചെറിയ രീതിയിലുള്ള ക്യൂ ഉണ്ടായിരുന്നു. ബില്ലിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി പുറത്തേക്ക് ഇറങ്ങണം. ഈ ഒരു ട്രോളി വലിച്ച് കാർ പാർക്കിങ്ങിൻ്റെ അവിടം വരെ എത്തണം. അപ്പോൾ ഒരു സ്ലോപ്പാണ് വരുന്നത്. അപ്പോൾ ഈ എഗ്സ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടല്ലോ, സാധാരണ ഞാൻ തന്നെയാണ് ആ ഒരു സ്ലോപ്പ് ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ ഇറക്കാറ്. ഇന്നിപ്പോൾ എനിക്ക് അവിടുത്തെ സെക്യൂരിറ്റി ഇറക്കി തന്നു വിട്ടാ.
ലേഡീസ് എന്ന് പറയുമ്പോൾ ചില സിറ്റുവേഷൻസിൽ നമുക്ക് പ്രിഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ എന്തെങ്കിലും ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ മാംഗോ മസ്താനിയുടെ ആ ഒരു എന്താ പറയുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ പോളാർ ബെയറിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറിയതാണ്. പക്ഷേ അവിടുത്തെ ടൈമിംഗ് ഒന്നും അതായത് ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. ബില്ലിംഗ് ടൈമിംഗ് ആയിട്ടില്ലാന്നാണ് പറഞ്ഞത്, നേരത്തെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു. പക്ഷേ പിന്നെ പോയപ്പോഴും അവർ പറഞ്ഞു ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ തൊട്ടപ്പുറത്തെ ഒരു പേസ്ട്രി ഷോപ്പിൽ കയറിയിട്ട് സിനമൺ റോള് വാങ്ങിച്ചു വിട്ടു. അതായത് ഡാനിഷ് ബണ്ണിൻ്റെ ആ ഒരു സ്റ്റൈലിലുള്ള സിനമൺ റോള് കുഴപ്പമില്ലായിരുന്നു, ഓക്കെ എന്ന് പറയാം, അത്രയേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഈ ഏരിയയിലൊക്കെ രാവിലെ തന്നെ മിക്ക ഷോപ്സും തുറക്കില്ല കേട്ടോ. കുറച്ച് വൈകിട്ടൊക്കെ തന്നെയാണ് പല റെസ്റ്റോറൻറ്റ്സും ഒക്കെ തുറക്കുക. അപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ ഷവർമ ഷോപ്പും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തുറക്കാൻ ലേറ്റ് ആവും. അല്ലെങ്കിൽ പിന്നെ ഞാനൊരു ഷവർമ ട്രൈ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതേ ഇപ്പോൾ അതേ തിരിച്ച് വീട്ടിലേക്ക് ഇട്ടാ. അപ്പോൾ ഞാൻ അനൂപണ്ണെ വിളിച്ച് വരുത്തി പാർക്കിങ്ങിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത് അതേ കൊണ്ടുവച്ചു വിട്ടാം. പിന്നെ ആ ഒരു ഗ്രോസറീസൊക്കെ എന്താ പറയുക അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആണല്ലോ. ശരിക്കും പറഞ്ഞാൽ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനേക്കാളും ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇത് നമ്മൾ രാവിലെ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് ഡീപ് ഫ്രൈ അല്ല ഞാൻ ചെയ്തെടുക്കുന്നത്, ഒന്ന് ഗ്രില്ല് ചെയ്യുന്നത് പോലെ വളരെ കുറച്ച് ഓയിലാണ് ചെയ്തെടുത്തത് കേട്ടോ. കണ്ടോ, അപ്പോൾ ചപ്പാത്തി ഉണ്ടായിരുന്നു, ചപ്പാത്തിയും അതും പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി ഗ്രീൻ ചട്നി കുറേ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെയാണ് കഴിക്കണത്. ഗ്രീൻ ചട്നിയുടെ കൂടെ ചിക്കൻ നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ലേ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് പാനിൽ വെച്ചിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്ത പോലെ എടുത്തു എന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യാം, അല്ലെങ്കിൽ എയർ ഫ്രയറിലോ എങ്ങനെയാണെങ്കിലും ചെയ്തെടുക്കാവുന്നതുള്ളൂ. നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ളൊരു ചിക്കൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ ലഞ്ച് പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്നും ഓരോരോ തിരക്കുകൾ സംഭവങ്ങൾ എന്താ പറയുക ഒക്കെ ആയിട്ട് ഒന്നിനും സമയമില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ പോയി വന്നതിന് ശേഷം ഇപ്പോഴാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് ഒന്ന് എടുത്ത് ഓടിക്കുന്നത് കേട്ടോ. തിരക്കുകളെല്ലാം അവസാനിച്ചിട്ട് ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും നേരം ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ പാഷനൊക്കെ നമ്മൾ തന്നെ പ്രിഫറൻസ് കൊടുക്കണ്ടേ. അല്ലെങ്കിൽ നമുക്ക് പിന്നെ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ളൊരു ഫീല് വരില്ലേ. ഈ ഒരു മീറ്റ്യൂർ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഒരു സംഭവമാണ്. എന്താ പറയുക, ഇതുവരെ എനിക്ക് ഇതിൽ ട്രിപ്സ് ഒന്നും പോകാനും ഒന്നും പറ്റിയില്ല. വെക്കേഷനൊക്കെ നാട്ടിൽ പോയി വന്നിട്ടും പിന്നെ തിരക്കുകളും കാര്യങ്ങളും, പിന്നെ മഴ സ്റ്റാർട്ട് ചെയ്തു. മഴ സമയത്തും നമുക്ക് ട്രിപ്സും കാര്യങ്ങളൊക്കെ പോകാനും ഒക്കെ ബുദ്ധിമുട്ടാണല്ലോ. ഇനിയിപ്പോൾ മഴയൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. എനിക്ക് ഡ്രൈവിംഗ് എന്നൊക്കെ പറയുന്നത് പണ്ട് തൊട്ടേ ഭയങ്കര പാഷനായിരുന്നു. പക്ഷേ എനിക്ക് മാരേജിന് മുമ്പൊന്നും ലൈസൻസ് ഉണ്ടായിരുന്നു, 4 വീലറൊക്കെ. പക്ഷേ അങ്ങനെ ഡ്രൈവ് ചെയ്യൽ കാര്യങ്ങൾ അങ്ങനെയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയുക, മാരേജിനൊക്കെ ശേഷമാണ്, ഒരുപാട് നാളുകൾക്ക് ശേഷം തന്നെയാണ് ഞാനിപ്പോൾ 4 വീലറൊക്കെ ഓടിച്ച് തുടങ്ങിയത് കേട്ടോ. ഇടയ്ക്ക് പല സമയത്തും ഓടിച്ചിരുന്നു എന്നുണ്ടെങ്കിലും അങ്ങനെ സ്ഥിരമായിട്ട് ഇപ്പോൾ ഓടിക്കുന്ന ഒരു രീതിയിലൊക്കെ ഓടിച്ച് തുടങ്ങിയത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളൊക്കെ ആയിട്ടാണ്. ഇപ്പോൾ റോയൽ എൻഫീൽഡ് ആണെങ്കിലും കഴിഞ്ഞ കുറച്ച് എന്താ പറയുക കുറച്ച് മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ ആയിട്ടാണ് ബൈക്കും ഞാൻ ഓടിച്ചൊക്കെ തുടങ്ങിയത് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ഫ്രൈഡേ അല്ലേ, കുറച്ച് റിലാക്സ്ഡ് ആണ്. പ്രത്യേകിച്ചും ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ ഫ്രൈഡേ ആകുമ്പോൾ ഒരു വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതാണല്ലോ. കൂടുതലും IT-കാരൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ സാറ്റർഡേ സൺഡേ ഓഫായിരിക്കും. അപ്പോൾ എന്താ പറയുക ആ ഒരു റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫ്രൈഡേ നൈറ്റ് തൊട്ടൊക്കെ ആ ഒരു റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതേ ഞാൻ പുറത്തേക്ക് പോയി. ഇപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്ക് ഞാൻ പ്രിഫറൻസ് കൊടുക്കാറുണ്ട്. മുന്നൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വർഷം ജീവിച്ചിട്ട് നമുക്ക് വേണ്ടി ജീവിച്ചില്ലല്ലോ എന്നുള്ളൊരു എന്താ പറയുക, ഒരുപാട് കാലം കഴിയുമ്പോഴേ നമുക്ക് അങ്ങനെ ഒരു തോന്നലൊക്കെ ചിലപ്പോൾ തോന്നാം, ശരിയല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടിയും നമ്മുടെ ഇഷ്ടങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. നമ്മുടെ ഒക്കെ ജീവിതം എന്ന് പറയുന്നത് വളരെ ഷോർട്ടല്ലേ, വളരെ കുറച്ച് നാളത്തെ ജീവിതം. അത് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സന്തോഷങ്ങൾക്ക് ഒക്കെ വേണ്ടിയിട്ട് ചിലവഴിച്ചില്ലെങ്കിൽ പിന്നെ എന്താ പറയുക, നമ്മൾ ആരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റിനൊന്നും കാത്തിരുന്നിട്ട് ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗുഡ് സർട്ടിഫിക്കറ്റൊക്കെ ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും ഒരു ബാധ്യത തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ആ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടിയും ഒക്കെ വരും. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ബോദർ ചെയ്യാറില്ല കേട്ടോ ഇപ്പോൾ. അപ്പോൾ അതേ വൈകിട്ടായപ്പോൾ ഇവിടെ അതേ മഴ പെയ്തു. മിക്കവാറും ദിവസങ്ങളിൽ വൈകിട്ടാകുമ്പോൾ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുക. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ പുതിയ ഫിലിം OTTയിൽ റിലീസായിട്ടുണ്ടായിരുന്നല്ലോ, കറുപ്പ്, സൂര്യയുടെ. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളൊന്ന് എന്താ പറയുക ഫാമിലിയായിട്ട് ഞങ്ങൾ ഫിലിമൊക്കെ കണ്ട് ഒന്ന് എൻജോയ് ചെയ്തു. അങ്ങനെ ഈ ഒരു ദിവസം ഇവിടെ ഇങ്ങനെ തീരുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.